കൊച്ചി പഴയ കൊച്ചിയല്ല. ക്രിമിനൽ സംഘങ്ങളെയൊക്കെ അടിച്ചമർത്തിയെന്ന ജില്ലയിലെ സിറ്റി റൂറൽ പോലീസ് അവകാശപ്പെടുമ്പോഴും നഗരമധ്യത്തിൽ തന്നെ അഴിഞ്ഞാടുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. കഴിഞ്ഞ 4 മാസത്തിനിടെ എറണാകുളം ജില്ലയിൽ ഗുണ്ടകളുടെ കത്തിമുനയിൽ ഇല്ലാതായത് 8 ജീവനുകളാണ്. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് പല ആക്രമണങ്ങൾക്കും കാരണം. അടുത്ത കത്തി സാധാരണക്കാരുടെ നെഞ്ചിന് നേരെ വരില്ല എന്ന് പോലീസിന് എന്തുറപ്പുണ്ടെന്നാണ് നാട്ടുകാരടക്കം ചോദിക്കുന്നത്. എറണാകുളം ജില്ലയുടെ സിറ്റി റൂറൽ പരിധികളിലുണ്ടായിരുന്ന പ്രമുഖ ഗുണ്ടകളൊക്കെ കളമിട്ടതോടെയാണ് കൂടെയുണ്ടായിരുന്നവർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് സെറ്റിൽമെന്റ് എന്ന ഓമന പേരിൽ ഗുണ്ടാപ്പണി തുടങ്ങിയത്. എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 4 മാസത്തിനിടെ ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ കൂടെ ഇടപെടലിൽ 8 ജീവനുകളാണ് പൊലിഞ്ഞത്. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലപ്പോഴും കൊലപാതകത്തിൽ കലാശിക്കുന്നത്. മദ്യത്തിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന കൂട്ടത്തല്ലുകളും കൊച്ചി നഗരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുണ്ട്. അക്രമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ കാല സിനിമകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. അപ്പോഴും പോലീസിന്റെ പിടിയിലാകുന്ന പല ഗുണ്ടകളും ഉന്നത പിടിപാടിന്റെ പേരിൽ മണിക്കൂറുകൾക്കകം പുറത്തിറങ്ങുന്ന മായാജാലം കൊച്ചി നഗരത്തിൽ കൂടുതലാണെന്നും പറയുന്നത് പോലീസ് തന്നെ. ലഹരി മാഫിയക്കെതിരെ എക്സൈസും ഗുണ്ടകൾക്കെതിരെ പോലീസും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് കുറവില്ലാത്തത് എന്തെന്ന ചോദ്യം ചോദിക്കുന്നു നാട്ടുകാർ. ഗുണ്ടാ സംഘങ്ങളുടെ കത്തിമുന സാധാരണക്കാരന്റെ നേരെ ഇനി എന്നാണ് തിരിയുക എന്ന പേരിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് ജില്ലയാകെ. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു പോലീസ് സംവിധാനം കൊച്ചി നഗരത്തിൽ ഉണ്ടായാൽ മാത്രമേ കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്ന പോലീസ് മേധാവിമാർ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.